ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പീരയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു അരപ്പ് റെഡിയാക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം ഇഞ്ചിയുടെ ഒരു ചെറിയ പീസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-12 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ നമ്മൾ ഇത്. ഇനി അതിനുശേഷം നമ്മൾ മൺചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നെത്തോലി മീനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പും ഈ മീനും നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 പീസ് കുടംപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം മൺചട്ടി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സ്പൂൺ വെച്ചൊന്നും ഇത് മിക്സ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ടും അതിൻ്റെ അടപ്പ് തുറന്നിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. എന്നാലും നമ്മളിതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ നെത്തോലി മീൻ പീര റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പീരയാണ്. നമുക്ക് ഉണ്ടാക്കാനും തന്നെ നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.